നമസ്തേ. ഇന്ന് ഓൾഡ് സോൾസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓൾഡ് സോൾസ് അതായത് വൃദ്ധാത്മാക്കൾ ഒരുപാട് തവണ ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ച് തങ്ങളുടെ മോക്ഷപ്രാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെയാണ് നമ്മൾ ഓൾഡ് സോൾസ് എന്ന് പറയുന്നത്. ഓൾഡ് സോൾസ് എപ്പോഴും പണത്തിനുപരിയായിട്ട് ജ്ഞാനത്തിന് പുറകെ പോകുന്നവരാണ്. ഓൾഡ് സോൾസിൻ്റെ കോണ്ടാക്ട്സ്, അതായത് ഫ്രണ്ട്സ് സർക്കിളൊക്കെ വളരെ ചെറുതായിരിക്കും. മാറി മാറി വരുന്ന ട്രെൻഡുകൾക്കൊപ്പമല്ല, മറിച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും അവരുടെ മനസ്സ് ഡ്രോൺ ചെയ്യപ്പെടുന്നത്. അവർ ജെനുവിൻ ആയിരിക്കും, ട്രൂത്ത് സീക്കേഴ്സ് ആയിരിക്കും, ധാർമ്മികതയിൽ ഊന്നിയതായിരിക്കും അവരുടെ ജീവിതം. ഓൾഡ് സോൾസിൻ്റെ ലൈഫ് തന്നെ വളരെ യുണീക്കായിരിക്കും. അവർക്ക് ഒരുപാട് ഫ്രണ്ട്സൊന്നും ഉണ്ടാകില്ല. എപ്പോഴും തങ്ങളുടെ ഉള്ളിൽ ഒരു ബിഗ് അജണ്ടയുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പുരാതനമായ അറിവുകളുടെയും മോഡേൺ ആയിട്ടുള്ള ജീവിതത്തിൻ്റെയും ഇടയിൽ ഒരു പാലം പോലെ ഈ ഓൾഡ് സോൾസ് പ്രവർത്തിക്കും. ഓൾഡ് സോൾസ് എപ്പോഴും ഒരു ഹീലിംഗ് എനർജി ക്യാരി ചെയ്യുന്നവരായിരിക്കും. മാത്രമല്ല, സ്പിരിച്വൽ ഗ്രോത്തിനായിട്ടുള്ളൊരു വിശപ്പ് അവരിൽ എപ്പോഴും ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞു, അവരുടെ ഫ്രണ്ട് സർക്കിൾ, കോണ്ടാക്ട് സർക്കിൾ വളരെ ചെറുതായിരിക്കും. സർഫേസ് ലെവലിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും അവിടെ വർക്കാവുകയില്ല. ഗോസിപ്പുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാൾ അവർ താല്പര്യപ്പെടുന്നത് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം അറിവുകൾ പാസ് ചെയ്യുന്ന കൺവെർസേഷനുകളായിരിക്കും.